ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കുരുക്കിലായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും യാത്രാരേഖകളും ഒക്കെ SIT പിടിച്ചെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. എന്നാൽ ഏതു നിമിഷവും പ്രശാന്തിൻ്റെ അറസ്റ്റ് നടക്കുമെന്നാണ് SIT വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം തെളിവുകളെല്ലാം പ്രശാന്തിന് എതിരാണ്. ഈ പ്രശാന്തിൻ്റെ യാത്രാരേഖകളും പാസ്പോർട്ടും പിടിച്ചെടുത്തത് തന്നെ വിശദമായ ചില പരിശോധനകൾക്ക് വേണ്ടിയാണെന്നും SIT വൃത്തങ്ങൾ പറയുന്നു. എന്തായാലും പ്രശാന്ത് പൂർണ്ണമായും കുരുക്കിലായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി രക്ഷയില്ല. മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ പോലെ തന്നെ അദ്ദേഹവും കസ്റ്റഡിയിലാവുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. 2025 സെപ്റ്റംബർ 7 ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രശാന്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. 2023 അദ്ദേഹം അധികാരമേറ്റപ്പോൾ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഈ തിടുക്കം എന്തുകൊണ്ടാണ് എന്ന് SITയുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പ്രശാന്ത് പറയുന്നില്ല. 2024 സമാനമായി ഇത് ഇളക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മണ്ഡലകാലത്തിന് മുമ്പ് അതിന് പല തടസ്സങ്ങൾ നേരിട്ടു. 2025 സെപ്റ്റംബർ 7 ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടു പോകുന്നത്. ഈ കേസിൽ നമ്മുടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും A പത്മകുമാർ അടക്കമുള്ളവരും അറസ്റ്റിലായി റിമാൻഡിലാണ്. നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ, അതായത് 2018-19 കാലത്ത് ആരംഭിച്ച ഈ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഇവിടെ നിന്ന് സ്വർണം കടത്തി എന്നുള്ള കേസുകളിലാണ് അവരൊക്കെ അറസ്റ്റിലായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പുതിയൊരു കേസ് കൂടിയാകും. കാരണം ഈ അറ്റകുറ്റപ്പണി നടത്തി തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾക്ക് സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളിലടക്കം പതിപ്പിച്ച സ്വർണ്ണപ്പാളിക്ക് 40 വർഷത്തെ വാറണ്ടിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉറപ്പ് കൊടുത്തിരുന്നത്. എന്നാൽ ആ 40 വർഷം പോയിട്ട് 4 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് നിറം മങ്ങാൻ തുടങ്ങി. ഇതാണ് വീണ്ടും ഈ പാളികൾ അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂശാനും വേണ്ടിയിട്ട് കൊടുത്തുവിടാൻ പലരെയും പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ 4 വർഷം പോലും നിലനിൽക്കാൻ കഴിയാത്ത അത്രമാത്രം ക്വാളിറ്റി കുറഞ്ഞ, ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കളാണോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അത്രയും മോശപ്പെട്ട രീതിയിലുള്ള സ്വർണമാണോ ഈ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുപോലെ തന്നെ പ്രശാന്തിന് മറ്റൊരു വലിയ കുരുക്കുകൂടി ഉണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാൻ കഴിഞ്ഞില്ല. ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ നടപടികളെല്ലാം അദ്ദേഹം നടത്തിയത്. ഇതേക്കുറിച്ചുള്ള SITയുടെ ചോദ്യത്തിന് മുമ്പ് 3 തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇത് 4ാമത്തെ തവണയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇക്കുറി അദ്ദേഹം സമ്മതിച്ചു, ഇത് എൻ്റെ വീഴ്ചയാണ്, എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർക്ക് താൻ കത്ത് നൽകിയിരുന്നു എന്നും ചീഫ് എഞ്ചിനീയറുടെ അസാന്നിധ്യത്തിൽ ദേവസ്വം സ്മിത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അഴിച്ചെടുത്തത് എന്നുമാണ് പ്രശാന്ത് നൽകിയിരിക്കുന്ന മൊഴി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെയോ ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധനെയോ തനിക്ക് നേരിട്ട് അറിയില്ലെന്നും ഇദ്ദേഹം പറയുന്നു. എന്നാൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇടനില നിന്നതെന്നും സ്പോൺസറായതുകൊണ്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഈ സ്വർണം പൂശൽ പ്രക്രിയ നടന്നത് എന്നതുകൊണ്ടും ആണ് താൻ അദ്ദേഹത്തെ തന്നെ വീണ്ടും ആശ്രയിച്ചത്. മാത്രമല്ല 40 വർഷത്തെ ഗ്യാരണ്ടി
ഉറപ്പ് നൽകിയിരുന്നതാണ്. ആ ഉറപ്പ് ഇവിടെ പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ വീണ്ടും സമീപിച്ചത് എന്നും പ്രശാന്ത് പറയുന്നു. പ്രശാന്തിൻ്റെ മൊഴികളിൽ യുക്തിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ SITയുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകുന്നില്ല. അവിടെ ഒഴിഞ്ഞു മാറുകയോ മൗനം പാലിക്കുകയോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിൻ്റെ യാത്രാരേഖകളടക്കം വിശദമായി പരിശോധിക്കുമ്പോൾ SITക്ക് ചില തുമ്പുകൾ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിറവേറുമെങ്കിൽ തീർച്ചയായിട്ടും പ്രശാന്ത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തേക്ക് എത്തും എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസ് ഒരു വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരുവത്തിലായിരിക്കുകയാണ്. പത്മകുമാർ പിത്തളപ്പാളി എന്നത് മാറ്റി ചെമ്പ് പാളി എന്ന് അത് വെട്ടി അതിന് മുകളിൽ പച്ച മഷി കൊണ്ട് എഴുതി എന്നുള്ളത് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. പത്മകുമാർ അത് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കോടതിയിൽ തെളിവുകളാണ് ആവശ്യം. കോടതിയിലെത്തുമ്പോൾ പത്മകുമാർ മൊഴി മാറ്റി പറയും എന്ന് തീർച്ചയാണ്. SITക്ക് അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. പത്മകുമാറിൻ്റെ കൈയെഴുത്തിൻ്റെ സാമ്പിളുകളും ഈ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും കൂടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് SIT. ആ ശാസ്ത്രീയ പരിശോധന ഫലം വന്നു കഴിഞ്ഞാൽ അത് പത്മകുമാറിന് വലിയ തിരിച്ചടിയാകുമെന്നും SIT കരുതുന്നു. കേസിൽ വളരെ പ്രബലമായ ഒരു തെളിവാണ് അത് എന്ന് SIT കണക്കുകൂട്ടുന്നു. മാത്രമല്ല SITയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി, അല്ലെങ്കിൽ ഒരു ഉറപ്പ്, ഒരു തെളിവ് അവർ ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ അത് തെളിയിക്കാൻ ആവശ്യമായ നിരവധി കടമ്പകളുണ്ട്. ആ കടമ്പകൾ കടന്ന് ആ തെളിവ് സ്ഥാപിക്കാൻ ആവശ്യമായ ചില വിവരങ്ങൾ വേണം. അതിനുള്ള ശ്രമത്തിലാണ് SIT ഇപ്പോൾ. മറ്റൊന്നുമല്ല, ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾ VSSCയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അവിടുത്തെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതായത് ഗുണനിലവാരം കുറഞ്ഞ സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ നിക്കൽ തുടങ്ങിയ ലോഹങ്ങൾ ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ചും ഒക്കെ VSSCയിലെ ലാബ് പരിശോധനാ ഫലം നൽകുന്ന സൂചന പ്രതികൾക്ക് ഒട്ടും അനുകൂലമല്ല. മാത്രമല്ല, ഇതിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ച് വലിയ സംശയങ്ങൾ കോടതിക്കും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശാനുസരണം SIT ഈ പരിശോധിച്ച, അതായത് ലാബിൽ ഇതിൻ്റെയൊക്കെ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരുടെ ആ സംഘത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ആ ശാസ്ത്രജ്ഞരെ കണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വശങ്ങളും ചോദിച്ച് വേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് വളരെ കൃത്യമായി ഈ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം SITക്ക്. അവിടെ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതിൻ്റെ കാലപ്പഴക്കം ഈ പറയുന്നത് പോലെ 1998-99 കാലത്ത് വിജയ് മല്യ സ്വർണം പൂശിക്കൊടുക്കുന്ന ആ കാലത്ത് ഉണ്ടാക്കി അവിടെ പതിപ്പിച്ചതല്ല എന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസ് അടുത്തിടെയെങ്ങും അവസാനിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ വലിയ സമ്മർദ്ദം ഇതിനകത്തുണ്ട്. SIT വലിയ രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. പലരെയും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പലരെയും വേണ്ടതുപോലെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. സമയത്തിന് കുറ്റപത്രം ഹാജരാക്കാനും SITക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. SITയോട് എന്താണ് പണി എന്നാണ് കോടതി ചോദിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. PS പ്രശാന്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നതോടുകൂടി കൂടുതൽ വമ്പന്മാർ, വലിയ സ്രാവുകൾ ഈ കേസിൽ പെടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.